ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നിപ്പോൾ എടുത്തിട്ടുള്ളത് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈനർ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. പല ആളുകളും ഇന്ന ആൻസർ കീ ചെയ്യുമോ മറ്റൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് ഉണ്ടാവും അല്ലേ, ഡി എന്ന് തുടങ്ങുന്ന കോഡ്. 2 കോഡ് ഉണ്ടാവും, പക്ഷേ അതിൽ ശ്രദ്ധിക്കുക, അടിഭാഗത്തുള്ള കോഡല്ല, ഡി എന്ന് തുടങ്ങുന്ന കോഡില്ലേ, ആ കോഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആൻസർ കീ ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങൾ ആൻസർ നോക്കുക, ഞാൻ ഒരുപാട് അതിൽ വിശദീകരിക്കുന്നില്ല. ഇത് വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇത് നമ്മുടെ 5th സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഒരു PYQ ആണിത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, അതിലുള്ള ഫാക്ടേഴ്സൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന, അതായത് ഫ്യൂച്ചർ വാല്യൂ വെച്ചിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തുണ്ട്, 1000 രൂപക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് പോവാണ്. 5% ഇൻട്രസ്റ്റ് എത്ര വർഷത്തേക്കാണ്, 5 years ആണ്. അപ്പോൾ P × 1+R⁻n അല്ലെങ്കിൽ T വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആൻസർ ഇത് അവിടെ കാണുന്നുണ്ട്. പിന്നെ കോമ്പൗണ്ടും ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കോമ്പൗണ്ടിങ്ങും ഡിസ്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് നോർമലി നമുക്കറിയാം ഫ്യൂച്ചർ വാല്യൂയും പ്രസൻറ്റ് വാല്യൂ ആണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് ഡിഫറൻസിൽ വരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്, അതാണ് അതിൻ്റെ ആൻസർ. നോക്കുക കേട്ടോ, ഞാൻ അത് അത്ര വിശദീകരിച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻവെൻട്രി സിസ്റ്റം, പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ വരുന്ന ഓരോ ടൈപ്സ് വിശദമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതന്നെയാണ് ആൻസർ, നിങ്ങൾ എടുക്കരുത്, ഇതൊരു സജസ്റ്റഡ് ആൻസർ മാത്രമാണ്. ഓക്കെ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രൊജക്റ്റ് സെലക്ഷൻ പ്രോസസ്സ്, അതിലുള്ള സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഐഡൻറ്റിഫൈ പോസിബിൾ പ്രൊജക്റ്റ്, എസ്റ്റിമേറ്റ് കോസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, റാങ്ക് ചെയ്യുക, എന്നിട്ട് സെലക്റ്റോ റിജക്റ്റോ ഉള്ള സ്ട്രാറ്റജികൾ മറ്റു കാര്യങ്ങൾ നോക്കുക. പിന്നെ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ മോട്ടീവ്, ഇതും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 5th സെം പഴയ സിലബസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, കോമ്പൻസേഷനിങ് മോട്ടീവ്, ഇങ്ങനെ പല മോട്ടീവ് പറയുന്നുണ്ട്. പിന്നെ സോഴ്സസ് ഓഫ് റിസ്ക് ഫോർ ഓൺടർപ്രണേഴ്സ്, ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ എക്സിറ്റ് സ്ട്രാറ്റജി, ഒരു ഇതിന് നിർത്തി പോകുമ്പോഴുള്ള എക്സിറ്റ് സ്ട്രാറ്റജിയാണ് പറയുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് എക്സിറ്റ് സ്ട്രാറ്റജി, സെയിൽ നടത്തുന്നുണ്ട്, മെർജർ ചെയ്യുന്നുണ്ട്, IPO വെക്കുക, മാനേജ്മെൻറ്റ് പേ ഔട്ട് MBO വരുന്നുണ്ട്, പിന്നെ സക്സഷൻ പ്ലാന് കാര്യങ്ങളൊക്കെയാണ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ, എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിലുള്ള സ്റ്റെപ്പുകളാണ് തന്നിട്ടുള്ളത്, നോക്കുക. പിന്നെ വാട്ട് ഈസ് ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള 11ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി, എവിടേക്കാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ്. പിന്നെ വാട്ട് ഈസ് മീൻ ബൈ ക്രെഡിറ്റ് പോളിസി, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. ക്രെഡിറ്റ് പോളിസി, ലിബറൽ ക്രെഡിറ്റ് പോളിസി, അതുപോലെ തന്നെ സ്ട്രിഞ്ചൻറ്റ് ക്രെഡിറ്റ് പോളിസി, ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. വാട്ട് ഈസ് ക്യാപിറ്റൽ റേഷനിങ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, NPV IRRും തമ്മിലുള്ള ഡിഫറൻസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ NPV IRR മെത്തേഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലെ അതാണ്. പിന്നെ തന്നിട്ടുള്ളത് ഒപ്റ്റിമൽ ക്യാഷ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഇത് അവിടെ EOQ കാണുന്ന പോലെയുള്ള ഒരു മെത്തേഡാണ്, അത് വെച്ചിട്ടുള്ള ഒരു രീതിയാണ്. പിന്നെ ഡിസ്കസ് ഓൺ റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി, എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ് വന്നിട്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പ്രാക്ടിക്കൽ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ആൻസറാണ് ഈ കാണുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അപ്രൈസൽ മെത്തേഡ്, നമ്മുടെ 2 മെത്തേഡ് ഡിസ്കൗണ്ടിങ് മെത്തേഡുകൾ വെച്ചിട്ട് NPV IRR PI വരുന്നുണ്ട്, പേ ബാക്കും അതുപോലെ തന്നെ ARRും വരുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടെക്നിക്സ്, ഇൻവെൻട്രി കൺട്രോളിൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്ക്, മോഡേൺ ടെക്നിക്കുകൾ വരുന്നുണ്ട്. EOQ, റീഓർഡർ പോയിൻ്റ്, സ്റ്റോക്ക് ലെവൽസ്, അതുപോലെ തന്നെ ABC, EDS, TE അനാലിസിസ്, FSN അനാലിസിസ്, മറ്റത് ട്യൂബിന് പെർപ്പച്വൽ ഇൻവെൻട്രി കൺട്രോൾ റേഷ്യോസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ കോഡ് നിങ്ങൾ ഷെയർ ചെയ്യാം. അല്ലാതെ അത് ചെയ്യുമോ ഇത് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും എൻ്റെ കോളേജിൽ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ കോഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ കറക്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഇന്ന ക്വസ്റ്റ്യൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ. ആ ലോകത്തുള്ള എല്ലാ ഇതായിട്ട് വരല് നമ്മളെ കൊമേഴ്സായിട്ട് കണക്ട് ചെയ്ത പേപ്പേഴ്സേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്ത് നിൽക്കുക, വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക.
എൻ്റെ ഫ്രീ പോലെ ഞാനും ചെയ്യാം കേട്ടോ. ഓക്കെ, സന്തോഷം.